Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Yeah, good afternoon. Good afternoon, ma'am. Okay, good afternoon. Yeah. So, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? Okay, സുഖാണ്. നല്ല വിശേഷം. ക്ലാസ് നല്ല വിശേഷം. Yeah, very good. ക്ലാസ് ഒക്കെ ഓക്കെ ആണ്, ഡൗട്ട്സ് ഒന്നുമില്ല. ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ കേട്ടു. ഇങ്ങനെ ക്ലിയർ ചെയ്താൽ കൊടുക്കാം, നല്ല കാര്യം. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ്? സുഖമല്ല എല്ലാവർക്കും? അല്ലെ? നന്നായിട്ട് പോകുന്നു, ക്ലാസ് ഓക്കെ ആയിട്ട് പോകുന്നു. ഓക്കെ. അപ്പോ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഫ്രണ്ട് ഓഫീസ് ആയിരുന്നു. അത് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ. ഇനി we moving on the next chapter is 12. Module 1, chapter 12, Operation Theatre. Okay. എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ? എന്താ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണല്ലേ. എന്താണ് ഓപ്പറേഷൻസ് നടക്കുന്ന ഒരു പ്ലേസ് ആണ്, ഹോസ്പിറ്റലിലെ ഒരു റൂമാണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് അല്ലെ. ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. പിന്നെ നമ്മളിപ്പോ പഠിക്കുന്ന നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്, അതിന്റെ സബ്ജക്ട് ആണ്. ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോ ടീച്ചേഴ്സും ക്ലാസ് എടുക്കുന്നുണ്ട്. സോ ഇതില് ഒരു മെഡിക്കൽ നെയിം ഉണ്ടാകും അല്ലെ. നമുക്ക് മെഡിക്കൽ നെയിം അറിയാം, നിങ്ങൾക്ക് മെഡിക്കൽ അവർ യൂസ് ചെയ്യുന്ന കുറെ പേരുകളാണ്. അതിന്റെയൊക്കെ മലയാളം ചോദിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് മലയാളം പറയാൻ കുറച്ച് പണിയാണ്. സോ അതൊക്കെ ഒരു മെഡിക്കൽ നെയിം അല്ലേ. നമുക്ക് ഇംഗ്ലീഷ് ഓരോ വേർഡ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പോലെ മെഡിക്കൽ നെയിം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. ഞാൻ അൺമ്യൂട്ട് കൊടുക്കാം കേട്ടോ, കാരണം ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്റ്റർബൻസ് വരും. സോ അൺമ്യൂട്ട് കൊടുക്കാണ്, എന്തിനുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. അപ്പോ പറഞ്ഞു വന്നത് മെഡിക്കൽ നെയിം നമുക്ക് അതിന് കറക്റ്റ് അങ്ങോട്ട് എന്താണ് മലയാളത്തിൽ പറഞ്ഞു തരാൻ, അത് ആ വേർഡ് തന്നെ നമുക്ക് മലയാളം വേർഡ് ആക്കാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അറിയാതെ മെഡിക്കൽ നെയിം ആണ്. സോ നമുക്ക് നോർമലി ഇംഗ്ലീഷ് വേർഡ്സിന് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പോലെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്താണ് എന്ന് നമുക്കത് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, ക്ലിയർ? അതുകൊണ്ട് മെഡിക്കൽ നെയിം ഒരിക്കലും നിങ്ങൾ മലയാളം എന്താണ് മിസ് എന്ന് ചോദിക്കരുത്. നമ്മളെല്ലാവരും വിട്ടുപോകും, കാരണം നമുക്ക് അതിന്റെ മലയാളം അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ എന്താണ് ആ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കാം. An operation theatre is a place where certain intrusive surgical procedures, which means operations that involve cutting into and walking inside a patient's body, take place. Okay, this may contain either minimally invasive procedures such as keyhole surgery, where cameras and a laparoscope are inserted through small incisions, or open surgery where surgeons make a larger cut to reach the internal organs. And robot-assisted surgery allows surgeons to perform certain procedures through small incisions. Operation theatre is otherwise known as OR. OR means operating room. അതായത് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്ന അറിയാലോ, ഇൻട്രസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് നടക്കുന്ന ഒരു പ്ലേസ് ആണ് ഈ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇൻട്രസീവ് എന്താണ് മിസ്സേ അല്ലെ. ഇൻട്രസീവ് മീൻസ് നടക്കുന്ന ഓപ്പറേഷൻസ് ആണ്. ഓരോ പല ടൈപ്സ് ഓഫ് നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട് അല്ലെ, പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിനൊക്കെയാണ് നമ്മൾ മെഡിക്കലി വിളിക്കുന്ന. നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലെ? Okay, is it clear? Yeah, visible. Okay. അപ്പോ എന്താണ് ഇൻട്രസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അവിടെ ഉണ്ടാകുന്ന പല ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. എല്ലാ പ്രൊസീജിയേഴ്സിനെയും കൂടി വിളിക്കുന്ന ഒരു മെഡിക്കൽ നെയിം ആണ്, സർട്ടേമാണ് ഇൻട്രസീവ് സർജിക്കൽ പ്രൊസീജിയർ, മീൻസ് ഇൻട്രസീവ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ എന്താണ് നമുക്ക് ഓപ്പറേഷൻസ് അറിയാതെ പല ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. ഓപ്പറേഷൻസ് എന്താണ് നമ്മുടെ ബോഡിയെ കട്ട് ചെയ്ത് ഓർഗൻസിൽ ചെയ്യുന്ന ഓരോ ട്രീറ്റ്മെന്റ്സിനെയാണ് എന്താ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ.
So this may contains either minimally invasive procedures. ഇൻട്രസീവും ഇൻവാസീവും സെയിം മീനിങ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇൻവാസീവും ഇൻട്രസീവും സെയിം ആണ്, പ്രൊസീജിയേഴ്സ് സെയിം ആണ്, സെയിം വേർഡ് തന്നെയാണ് കേട്ടോ. അപ്പൊ സച്ച് ആസ്, അപ്പൊ ഇൻവാസീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് സച്ച് ആസ് ഏതൊക്കെയാണ്? കീഹോൾ സർജറിയും കണ്ടു, പിന്നെ ഏതാണ് ഓപ്പൺ സർജറി ഉണ്ട് അല്ലെ. കീഹോൾ സർജറി എന്താണ്? കീഹോൾ സർജറി ചെറിയൊരു കീഹോൾ ഉണ്ട്, അതിലൂടെ ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ്, ട്രീറ്റ്മെന്റ്സ് ആണ് എന്ത് കീഹോൾ സർജറി എന്ന് പറയുന്നത്. അതില് ക്യാമറ ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്യുന്ന സർജറിയാണ്. ഒരു സ്മോൾ ഇൻസിഷൻ ആണ്. ഇൻസിഷൻ മീൻസ് സർജറി, കൈൻഡ് ഓഫ് ഓപ്പറേഷൻസിന്റെ പേര് കൂടിയാണ് ഈ ഇൻസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരണം. ഇംഗ്ലീഷിലെ എക്സ്പ്ലനേഷൻസ് ആവശ്യമാണോ? ഇൻസിഷൻ എന്ന് പറയുന്നത് a cut made in the body, most of all during the surgical procedures to access tissues and organs. Incision എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഓപ്പറേഷൻ ആണ്, ഒരു ബോഡിയെ കട്ട് ചെയ്ത് ചെയ്യുന്ന ഒരു സർജറി ആണ് ഇൻസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ കീഹോൾ എന്താണെന്ന് അറിയാലോ. കീഹോൾ സർജറി എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സ്മോൾ സർജറി, സ്മോൾ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ നമ്മളോട് കട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു ഹോള് മാത്രമേ ഇടുമ്പോഴുള്ളൂ. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഇൻസേർട്ട് ചെയ്യും, ക്യാമറ ഇൻസേർട്ട് ചെയ്തിട്ട് മോണിറ്ററിൽ വാച്ച് ചെയ്ത് നമ്മൾ ചെയ്യുന്ന സർജറിയാണ് എന്ത് കീഹോൾ സർജറി എന്ന് പറയുന്നത് അല്ലെ. അതിൽ നമുക്കധികം പെയിൻ ഉണ്ടാവില്ല, പെയിൻ കുറവായിരിക്കും, നമുക്ക് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം വരില്ല. സോ ഏറ്റവും സിമ്പിൾ സർജറി എന്നും ഏറ്റവും എഫക്റ്റീവ് സർജറി എന്ന് നമുക്ക് പറയാൻ പറ്റും. കൂടുതൽ മോസ്റ്റ് ഓഫ് us പ്രിഫർ കീഹോൾ സർജറി അല്ലെ, ടു റിക്കവർ റാപ്പിഡ്ലി എന്ന് പറയാം, പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. സോ അറിയാം നമുക്ക് കീഹോൾ സർജറി എന്താണെന്ന് അറിയാം. ദെൻ ഓപ്പൺ സർജറി എന്താ? ലാർജർ കട്ട്സ് ആയിരിക്കും, നമ്മുടെ ബോഡിയിൽ വരെ ലാർജർ കട്ട്സ് ആയിരിക്കും. സോ റിക്കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വൂൺസ് വലിയ വൂൺസ് ആയിരിക്കും, മുറിവുകൾ വലിയ മുറിവുകളായിരിക്കും. സോ അതെല്ലാം എന്താണ്, നമുക്ക് കുറച്ചുകൂടെ കീഹോളിനെ അപേക്ഷിച്ച് ഓപ്പൺ സർജറി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെ, കുറച്ചുകൂടെ അധികം റെസ്റ്റ് വേണ്ട ഒരു സർജറി കൂടിയാണ് ഓപ്പൺ സർജറി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ കീഹോൾ സർജറി എന്താണെന്ന് ഓപ്പൺ സർജറി എന്താണെന്ന് മനസ്സിലായല്ലോ. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ക്ലിയർ. Okay, then robot-assisted surgery allows surgeons to perform certain procedures through small incision. ചില കേസസിൽ റോബോട്ട്സ് അസിസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ റോബോട്ടിന്റെ കാലമാണ്, അപ്പോ സർജൻസ് ഒക്കെ അലോ ചെയ്യുകയാണെങ്കിൽ റോബോട്ട് കൂടെ നമ്മുടെ സർജറിയിലെ ഇൻവോൾവ് അവർക്കും കൂടെ പെർഫോം ചെയ്യാൻ പറ്റും. ആ പ്രൊസീജിയറിൽ അവർക്കൂടെ പെർഫോം ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. Then operation theatre is otherwise known as OR. ഓപ്പറേഷൻ തിയേറ്ററിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് റൂം അഥവാ OR എന്നും കൂടെ പറയും. നോട്ട് ചെയ്തിലേക്കാണ് കേട്ടോ. ഓപ്പറേഷൻ തിയേറ്റേഴ്സിന്റെ മറ്റൊരു പേര് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും OR. OR full form of operating room. Okay, and operation theatre is a place of എന്താണ്, എന്ത് പ്ലേസ് ആണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്? ഇൻട്രസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് നടക്കുന്ന പ്ലേസ് ആണ് എന്ത് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നന്നായിട്ട് വായിക്കുക. അപ്പൊ പാരഗ്രാഫ് ക്ലിയർ ആയോ, മനസ്സിലായോ? ഇത് നിങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് OR environment. Operating room are germ-free environments. All personnel should wear protective clothing made, scrubs, as well as shoe covers, masks, caps, eye shields, and other covering to prevent the spread of germs. The operating room should be luminous and the temperature should be very cool. Operating rooms should be air conditioned to help prevent infection through bacterial filtration system. Okay, operation theatre എന്ന് പറയുമ്പോൾ germ free ആയിരിക്കണം അല്ലെ. അവിടെ ജേംസോ കീടാണുക്കളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത്രയും ഫ്രീ ആയ ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം നമുക്ക് ഈ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പോ അതിനുള്ളിൽ കടക്കുന്ന ഓരോരുത്തരും അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിക്കുന്ന ഓരോരുത്തരും അത്രയും ജോം ഫ്രീ ആയിരിക്കണം, പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. എന്നൊക്കെ എന്തൊക്കെയാ ചെയ്യണ്ടേ? which means personal words means എന്താണ്? പേഴ്സണൽ എന്താ അറിയോ? പേഴ്സണൽ പ്രത്യേകിച്ചൊന്നുമില്ല, സ്റ്റാഫ് ആണ്. ഓക്കെ, ഉദ്യോഗസ്ഥരെ പറയുന്ന മറ്റൊരു പേരാണ് പേഴ്സണൽ എന്ന് പറയുന്നത്. ഓക്കെ, പേഴ്സണൽ മീൻസ് ഉദ്യോഗസ്ഥർ ഓർ സ്റ്റാഫ് എന്ന് എഴുതിയിരിക്കും. ഓക്കെ,
അപ്പൊ personnel should wear protective clothing named scarves as well as shoe covers, mask, cap, eye shield. ഇത്രയും കാര്യങ്ങൾ വെച്ച് പ്രൊട്ടക്ട് ചെയ്യണം. എന്തിനാണ്? ടു പ്രിവെന്റ് സ്പ്രെഡ് ഓഫ് ജേംസ്. ജേംസ് അവിടെ സ്പ്രെഡ് ആകാതിരിക്കാനായിട്ട് ഈ പറയുന്ന സ്റ്റാഫ്സ് മാസ്ക് ചെയ്യണം, അല്ലെ ഷൂ കവേഴ്സ് ചെയ്യണം, ക്യാപ്പ് ധരിക്കണം, ഐ ഷീൽഡ് ധരിക്കണം, എല്ലാം അതർ കവറിങ്സ് എല്ലാം ചെയ്യണം അല്ലെ. നമുക്കറിയാലോ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ കയറുമ്പോൾ ആസ് എ ഡോക്ടർ ആയിക്കോട്ടെ, നേഴ്സ് ആയിക്കോട്ടെ, അല്ലാത്ത സ്റ്റാഫ്സ് ആയിരിക്കും അവർ എന്തെല്ലാം കാര്യങ്ങൾ വേറെ ചെയ്തിട്ടാണ് അകത്തോട്ട് കയറാം അല്ലെ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെ, സ്പ്രെഡ് ആവാതിരിക്കാണ്, ജേംസ് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ്. Then the operating room should be luminous. അതായത് luminous means അവിടെ അത്യാവശ്യം നല്ല വെട്ടവും വെളിച്ചവും ഉണ്ടാവണം അല്ലെ. അപ്പൊ പ്രത്യേകിച്ച് നല്ലൊരു വെട്ടമുള്ള സ്ഥലമായിരിക്കണം. then എന്താണ് ടെമ്പറേച്ചർ അവിടെ കൂളായിരിക്കും അല്ലെ. അവിടെ തണുപ്പായിരിക്കും കൂടുതൽ. ഓപ്പറേഷൻ തിയേറ്ററിൽ തണുപ്പാണ്, ആ ഒരു ടെമ്പറേച്ചർ ആണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. then should be air conditioned to help prevent infection through bacterial filtration system. അതായത് അവിടെ എന്താണ് കുറച്ചൊരു വെട്ടവും വെളിച്ചവും ഉണ്ടാകുക. അത് മാത്രമല്ല AC ഉണ്ടാകുക അല്ലെ, കൂടാണ്. കാരണം ഈ കൂൾനെസ് അവിടെ എന്താ വേണ്ടത്? ഇതിന് വേണ്ടിയിട്ടാണ്, സെയിം തന്നെയാണ്, ആ ഒരു ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, ബാക്ടീരിയ സ്പ്രെഡ് ആവാതിരിക്കാനൊക്കെ കൂടിയാണ് ഈ അവിടെ ആ ഒരു അറ്റ്മോസ്ഫിയർ കൂളായിരിക്കണം, വെട്ടം വെളിച്ചം ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്തിട്ട് മാത്രമാണ് സ്റ്റാഫ്സ് അവരെ എൻട്രി ചെയ്യാൻ പാടുള്ളൂ. അതായത് ടോട്ടലി നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ജേം ഫ്രീ എൻവിറോൺമെന്റ് ആയിരിക്കണം. ക്ലിയർ ആയോ? പാരഗ്രാഫ് ക്ലിയർ ആണോ? വെരി ഗുഡ്. ക്ലിയർ. ഓക്കെ. All equipment എന്തൊക്കെയാണ് അവിടെ വേണ്ടതെന്നാണ് കേട്ടോ പറയുന്നത്. ആസ് എൻ ഓപ്പറേഷൻ തിയേറ്റർ അവിടെ എന്തൊക്കെ എക്യുപ്മെന്റ്സ് റെക്വേർഡ് ആയിരിക്കും. Okay, an operating room has special equipment like respiratory and cardiac support, emergency resuscitative devices, patient monitors and diagnostic tools. അതായത് ഈ പറയുന്ന എല്ലാ എക്യുപ്മെന്റ്സും എല്ലാ ഉപകരണങ്ങളും ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ ആവശ്യമാണ്. ഓക്കെ, ഏതൊക്കെയാണ്? റെസ്പിറേറ്ററി മീൻസ് ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ അത്. ഇപ്പൊ എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ രോഗികൾ വരുമ്പോ അവർക്ക് ഓക്സിജനോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കണമല്ലോ അല്ലെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സിനെയാണ് ടോട്ടലി ആ ഒരു എക്യുപ്മെന്റ്സിന് പറയുന്ന ഒരു പേരാണ് റെസ്പിറേറ്ററി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ബയോളജിക്കൽ സിസ്റ്റം റെസ്പോൺസിബിൾ ഫോർ ഗ്യാസ് എക്സ്ചേഞ്ച് ഇൻ ലിവിംഗ് ഓർഗൻസ് ആൻഡ് പ്രൈമറി ബ്രീത്തിങ്, അവർക്ക് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയുള്ള ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യാനും അങ്ങനെ ടോട്ടലി അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ഒരു പേരിലാണ്, മീൻസ് ഒരു ടേം ആണ്. റെസ്പിറേറ്ററി മീൻസ് എ ടേം. അതെന്താണ്? ഒരു എക്യുപ്മെന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ഒരു എക്യുപ്മെന്റിനെയാണ് പറയുന്ന പേര് കേട്ടോ. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഇതെന്നാണ് ചിന്തിക്കേണ്ട, ടോട്ടലി ഇറ്റ്സ് എ ടേം ആണ്. ഓക്കെ, then cardiac support ചെയ്യാനുള്ള ഒരു എക്യുപ്മെന്റ് അവിടെ ഉണ്ടാകും അല്ലെ, അതും വേണം. പിന്നെ എന്താണ്? പേഷ്യന്റ് മോണിറ്റേഴ്സ് വേണം. കാർഡിയക് സപ്പോർട്ട് എന്താണ്? എമർജൻസി ട്രീറ്റ്മെന്റ് ലൈക്ക് അഡ്വാൻസ് കാർഡിയക് ലൈഫ് സപ്പോർട്ട്. അതായത് നമ്മുടെ ഹൃദയത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ അല്ലെ. പ്രോഗ്രാംസ് ലൈക്ക് ഏതൊക്കെയാണ്? കാർഡിയക് റീഹാബിലിറ്റേഷൻ, മെഡിക്കൽ ഡിവൈസ് സച്ച് ആസ് പേസ് മേക്കേഴ്സ് എന്നൊക്കെ പറയുന്ന കുറച്ച് എക്യുപ്മെന്റ്സ് അല്ലെ. അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എമർജൻസി എക്യുപ്മെന്റ്സും കൂടെ അല്ലെങ്കിൽ ഡിവൈസും കൂടെ അവിടെ ആവശ്യമാണ്. പേഷ്യന്റ് മോണിറ്റർ, പേഷ്യന്റ് നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോൾ ആ മോണിറ്റർ അവിടെ വേണം. അതുപോലെ ഡയഗ്നോസ്റ്റിക് ടൂൾസ്, രോഗനിർണയം നടത്താൻ വേണ്ടിയുള്ള ടൂൾസും കൂടെ അവിടെ ആവശ്യമാണ്. ഇത്രയും എക്യുപ്മെന്റ്സ് ആണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്ക് റെക്വേർഡ് ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, then some of the staff who work in operating theaters consist of the following. ഏതൊക്കെ സ്റ്റാഫ്സ് ആണ് ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ ആവശ്യമായിട്ടുള്ളത്? ഏതൊക്കെ സ്റ്റാഫ് ആണ് വേണ്ടത്? സർജൻ അല്ലെ, സർജൻ ഇമ്പോർട്ടന്റ് ആണ്. സർജൻ ഇല്ലാതെ സർജറി നടക്കില്ലല്ലോ അല്ലെ. സർജൻ ഹു പെർഫോം ദ ഓപ്പറേഷൻ, സർജൻ ഇസ് എ ഇമ്പോർട്ടന്റ് സ്റ്റാഫ് എന്ന് പറയാല്ലേ. അപ്പൊ സർജൻ ഇല്ലാതെ നമുക്ക് ഒരു ഓപ്പറേഷൻ അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരാളാണ് അനസ്തേറ്റിസ്റ്റ് അല്ലെ, who give anesthetic to restrain pain both before and during the operation. അപ്പൊ അനസ്തേഷ്യ കൊടുക്കാതെ പേഷ്യൻസിന് നമുക്ക് ഒരിക്കലും ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. റെസ്ട്രെയിൻ എന്ന് പറയുന്ന റെസ്ട്രെയിൻ മീൻസ് കൺട്രോൾ ചെയ്യണം, പെയിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു അനസ്തേഷ്യ ആണ്. ബിഫോർ അല്ലെങ്കിൽ ഡ്യൂറിംഗ് ദ ഓപ്പറേഷൻ
ഓപ്പറേഷൻ മുൻപോ അല്ലെങ്കിൽ ഓപ്പറേഷൻ നടക്കുന്ന ടൈമിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇത് അനസ്തീഷ്യ എന്ന് പറയുന്നത്. അപ്പൊ അനസ്തീസിസ്റ്റ് അവിടെ ആവശ്യമാണ്. Then theatre nurses who take care of patients throughout all 4 stages of the operation. ഈ 4 സ്റ്റേജിലും ഓപ്പറേഷനിലെ പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യുന്ന ആരാണ്? ഈ നേഴ്സസ് ആണ്. അപ്പൊ നേഴ്സസ് ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവണം. അതുപോലെ തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് അത് ഇമ്പോർട്ടന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യൻസിനെ എന്താണ് റൂമിലേക്കോ അല്ലെങ്കിൽ വാർഡിലേക്കോ ഷിഫ്റ്റ് ചെയ്യണം അല്ലെ. The support workers who shift patients between the wards and the operating theatre. അതായത് തിയേറ്ററിലേക്കും വാർഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. സോ അപ്പൊ ഒരു തിയേറ്റർ സപ്പോർട്ട് ആവശ്യമാണ്. Then cardiographers to monitor the ECG machine. ECG machines നമ്മൾ മോണിറ്റർ ചെയ്യണമല്ലോ അല്ലെ, അവര് കാർഡിയക്ക് എങ്ങനെയാണല്ലോ ആ ടൈമിലുള്ള സിറ്റുവേഷൻസ് എന്താണ്, ആ ഒരു കറന്റ് പൊസിഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി കാർഡിയോഗ്രാഫേഴ്സ് അവിടെ ഉണ്ടാവണം. അതുപോലെ തന്നെയാണ് റേഡിയോഗ്രാഫേഴ്സും ടു ടേക്ക് എക്സ്റേസ് ഇഫ് ദേ ആർ റിക്വയർഡ്. എക്സ്റേസ് എടുക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ അവിടെ റേഡിയോഗ്രാഫേഴ്സ് അവിടെ ആവശ്യമാണ്. സോ ആരൊക്കെയാണ് അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ ആരൊക്കെയാണ് വേണ്ടതെന്ന് പറയുന്നത്? സർജൻ, അനസ്തേറ്റിസ്റ്റ്, തിയേറ്റർ നഴ്സ്, സപ്പോർട്ട് വർക്കേഴ്സ്, കാർഡിയോഗ്രാഫേഴ്സ്, റേഡിയോഗ്രാഫേഴ്സ്. ഇത്രയും മെമ്പേഴ്സ് ആണ്, ഇത്രയും സ്റ്റാഫ്സ് ആണ് ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്ക് കൺസിസ്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ പറയുന്ന ഇത്രയും പറഞ്ഞ പോർഷൻസ് എല്ലാം ക്ലിയർ ആണല്ലോ. ഓക്കെ, ഈ ഹരിത നമുക്ക് ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാം കേട്ടോ. 2:30 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. സോ കറക്റ്റ് ടൈമിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരാൾക്കും പെട്ടെന്ന് ഡൗട്ട്സ് വരേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ മാക്സിമം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. കാരണം പിന്നീട് ഇങ്ങനെ ഇടയ്ക്ക് വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പിന്നീട് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷെ നമ്മൾ പോർഷൻസ് കംപ്ലീറ്റ് ആക്കാൻ കുറച്ച് പണിയാണ്, അതുകൊണ്ടാണ്. സോ ഇതുവരെ എടുത്ത് എല്ലാവർക്കും ഈ പോർഷൻ ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് ഞാനിപ്പോ എടുത്തത് മുതൽ ഇവിടെ വരെ അല്ലെ, എത്രയും വരെ നമ്മൾ പോർഷൻ എടുത്തു, ഇതെല്ലാം ക്ലിയർ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, വെരി ഗുഡ്. അതുകൊണ്ട് പറയാനുള്ള അത്രയേ ഉള്ളൂ. ക്ലാസ്സിൽ മാക്സിമം ശ്രദ്ധിച്ചിരിക്കുന്ന ഒരാൾക്ക് ഇപ്പൊ ഞാനിത്തെ പോർഷൻസിൽ ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ അല്ലേ? കറക്റ്റ് അല്ലേ ഹരിത? ഞാൻ ആരും ഇപ്പോ മാക്സിമം ചിലപ്പോൾ നിങ്ങൾ അവിടെ വീട്ടില് ചിലപ്പോ എന്തെങ്കിലും പണിയിലായിരിക്കും അല്ലെ, നിങ്ങൾ എല്ലാം ഹൗസ് വൈഫ് ആണ്, അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകാം. സോ ചിലപ്പോൾ നിങ്ങൾ ക്ലാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടാകാം. സോ എന്നിട്ട് പിന്നീട് വന്നിട്ട് ഒന്നുകൂടെ പറയുമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അറിയാലോ, ഫസ്റ്റ് ഓടിക്കെടുത്താണെങ്കിൽ പറയും കുറച്ച് ഇതാണ്. മാക്സിമം ഞാൻ ക്ലാസ്സിന് അവസാനം ഞാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, പിന്നെ ക്ലാസ് ഒക്കെ ഒന്ന് കാണാം. ഓക്കെ, ഇപ്പൊ 3rd പോയിന്റ് അല്ലെ, ഇപ്പൊ പറഞ്ഞ 3rd പോയിന്റ് ആണ് തിയേറ്റർ നഴ്സ് അല്ലെ. മൂന്നാമത്തെ പോയിന്റ്, യെസ്, തിയേറ്റർ നഴ്സ് ഹു ടേക്ക് കെയർ ഓഫ് പേഷ്യൻസ് ത്രൂ ഔട്ട് ഓൾ 4 stages ഓഫ് ദ ഓപ്പറേഷൻ. ഈ ഓപ്പറേഷനിൽ 4 സ്റ്റേജസ് ഉണ്ടെന്നാ പറയുന്നത്. ഓക്കെ, അതാണ് അവിടെ 4 സ്റ്റേജ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 4 സ്റ്റേജ് അത് നമുക്ക് പിന്നീട് പറയാം, മെഡിക്കൽ പോർഷൻസ് വരുമ്പോൾ ഞാനത് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഈ 4 സ്റ്റേജസിലും പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യുന്നത് ആരാണ്? നേഴ്സ് ആണ്. അപ്പൊ നേഴ്സിന്റെ സപ്പോർട്ട് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ആവശ്യമാണ്. ഓക്കെ, ക്ലിയർ? ഇനി നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാണ്. പോളിസി ആണ്. പോളിസി ടു എൻറ്റർ ഇൻ ആൻ OT. OT എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഷോർട്ട് ഫോം ആണ് OT എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ എന്തൊക്കെയാണ് പോളിസീസ് ഒക്കെ ഉള്ളത്, എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. State the aim of your visit to all personnel and show your ID. അതായത് അവിടെ നിൽക്കുന്ന സ്റ്റാഫിനെ നമ്മൾ കാണാൻ പോകുമ്പോൾ അവന്റെ കാര്യം എന്താണ് അവിടെ, അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുന്ന സ്റ്റാഫ്സ് ഉണ്ടല്ലോ, സ്റ്റാഫ് മീൻസ് പേഴ്സണൽ എന്ന് പറയുന്ന സ്റ്റാഫാണ്. അപ്പൊ സ്റ്റാഫിനെ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നതിന്റെ രജിസ്റ്റർ, പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഐഡിയും അവരെ കാണിക്കേണ്ടതാണ്. ഓക്കെ, artificial nails, extenders and chipped nail polish protect more micrograms than hands and can possibly, അവിടെ ആ ഒരു സെന്റൻസിന് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. Can possibly chain എന്ന് പറയുന്ന ഒരു വേർഡേ ഇല്ല. So it's a mistake. I think ഇങ്ങനെ ആയിരിക്കും പറയാം. It can be possible in the
sterile area. It can be possible in the sterile area എന്നായിരിക്കും കേട്ടോ. കറക്റ്റ് ചെയ്യാം കേട്ടോ. ചെയ്യുന്നൊരു വേർഡ് ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ടൈപ്പിംഗ് മിസ്റ്റേക്കിൽ ജോയിൻ ചെയ്ത് വന്നൊരു വേർഡ് ആയിരിക്കാം മേ ബി. ഓക്കെ, അത് ഇൻ ആണ്. ഇൻ. It can be possible in the sterile area എന്നായിരിക്കും കേട്ടോ. ഓക്കെ, അതായത് നമ്മള് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോ നമുക്ക് നമ്മുടെ ആർട്ടിഫിഷ്യൽ നെയിൽസ് ഇപ്പൊ നമുക്ക് ചെയ്യാലോ അല്ലെ. ആർട്ടിഫിഷ്യൽ നെയിൽസ് നമുക്ക് വെക്കാം. അതുപോലെ തന്നെ പോളിഷ് നെയിൽ പോളിഷ് അല്ലെ, ഷിപ്പ് നെയിൽ പോളിഷ് ഒക്കെ ഉണ്ടാവും. സോ ഷിപ്പിഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് ചിന്തിക്കുന്നതാണ്. ജസ്റ്റ് നെയിൽ പോളിഷ് എന്ന് വിചാരിക്കും കേട്ടോ. പിന്നെ എക്സ്റ്റൻഡേഴ്സ് അല്ലെ, ഇതൊക്കെ നെയിലുമായി ബന്ധപ്പെട്ടതാണ് പറയുന്നത്. കയ്യിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നെയിൽ പോളിഷ് ഉണ്ടാകും, ആർട്ടിഫിഷ്യൽ നെയിൽസ് ഉണ്ടാവും, എക്സ്റ്റൻഡേഴ്സ് ഉണ്ടാവും. സോ ഇതെല്ലാം നമ്മുടെ കൈകളെ അപേക്ഷിച്ച് കൂടുതൽ ജേംസ് എന്താണ് ഈ പറയുന്ന നെയിൽസിൽ ഉണ്ടാകും അല്ലെ. പ്രൊട്ടക്ട് മോർ മൈക്രോഗ്രാനീസ് ദാൻ ഹാൻഡ്സ്. ഹാൻഡ്സിനെ അപേക്ഷിച്ച് മോർ ജേംസ് ഈ പറയുന്ന നെയിൽസിൽ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും, ഇവിടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ പോസിബിൾ ഇൻ ദ സ്റ്റെറൈൽ ഏരിയ. അതായത് ഈ പറയുന്ന സ്റ്റെറൈൽ ചെയ്ത അല്ലെ, അണുവിമുക്തമാക്കിയ ആ ഏരിയയില് ഈ പറയുന്ന ജേംസ് വരാൻ ചാൻസ് ഉണ്ട്, പോസിബിൾ ആണ്. ഇറ്റ് ക്യാൻ ബി പോസിബിൾ ഇൻ ദ സ്റ്റെറൈൽ ഏരിയ. സോ എന്താ ചെയ്യേണ്ടത്? സോ അവോയ്ഡ് ഇറ്റ്. സോ അങ്ങനെ നെയിൽസോ നെയിൽ പോളിഷോ ഒന്നും ഇല്ലാതെ ആയിരിക്കണം അവിടെ നമ്മൾ എൻജോയ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ? അപ്പൊ എന്താണ് ഒരു ആ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിലെ സ്റ്റാഫിന് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ കാരണവും അതിന്റെ ഐഡിയയും നമ്മൾ കാണിക്കേണ്ടതാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ ഈസ് ആർട്ടിഫിഷ്യൽ നെയിൽസോ എക്സ്റ്റൻഡേഴ്സോ നെയിൽ പോളിഷ് ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ. കാരണം എന്താണ്? അങ്ങനെ നമ്മുടെ നഖങ്ങൾ നീട്ടി വളർത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ജേംസ് ഉണ്ടാവും. അതിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിക്കണമെങ്കിൽ മാത്രമല്ല, നമ്മുടെ നോർമൽ ലൈഫിൽ പോലും നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും നമ്മൾ അതിനെ കെയർ ചെയ്യണം. അല്ലാതെ നഖം വളർത്തിയിട്ട് നഖം നമ്മുടെ വായിൽ കടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ ജേംസ് നമ്മൾ ഉള്ളിലേക്കാണ് പോവാം അല്ലെ. നമ്മുടെ കുട്ടികളോട് പറയാറുണ്ടല്ലോ അല്ലെ, നഖം വളർത്തുമ്പോൾ അത് ഒന്നിനെ കട്ട് ചെയ്ത് കളയാതെ ക്ലീൻ ചെയ്യും. അത്രേ തന്നെ അവിടെ പറയുന്നുള്ളൂ. സോ നഖങ്ങൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ജേംസ് അവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ഇതെല്ലാം അവോയ്ഡ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ പറയുന്ന OP-യിലേക്ക് എൻട്രി ചെയ്യാം. ഈ നെക്സ്റ്റ് എന്താ? തേർഡ് വൺ, റിമൂവ് ഓൾ ജ്വല്ലറി. ജ്വല്ലറീസ് ഒന്നും പാടില്ല. ഓക്കെ, then put on surgical clothes. Surgical clothes must be worn only in the surgical area. Surgical clothes ധരിക്കാം. അതായത് സർജറി ചെയ്യുന്ന ഒരു പേഷ്യന്റിന് നമ്മൾ സർജിക്കൽ ക്ലോത്ത്സ് കൊടുക്കുമല്ലോ. ഓക്കെ, അത് ധരിക്കുക. അതേപോലെ തന്നെ സർജിക്കൽ ക്ലോത്ത്സ് must be worn only in the surgical area. സർജിക്കൽ ഏരിയയുടെ ആ ഒരു പോർഷനിൽ മാത്രമായിരിക്കും സർജിക്കൽ ക്ലോത്ത്സ് മസ്റ്റ് ആയിട്ട് ധരിക്കേണ്ടത് എന്നും കൂടി ഉണ്ട് കേട്ടോ. Then cover shoes as per agency policy. Also to cover heads, caps are used. Surgical mask also as per policy. അതായത് കവർ ചെയ്യുക, ഷൂസ് കവർ ചെയ്യുക, അതുപോലെ നമ്മുടെ ഹെഡ് കവർ ചെയ്യുക, ക്യാപ്സ് വെച്ചിട്ട് കവർ ചെയ്യുക കേട്ടോ. പിന്നെ മാസ്ക് അല്ലെ, മാസ്ക് ധരിക്കുക, എല്ലാം കാര്യങ്ങൾ ചെയ്യുക. ഷൂ കവർ ചെയ്യുക, തലയിൽ കവർ ചെയ്യുക, പിന്നെ എന്താണ് മാസ്ക് ധരിക്കുക. Then perform a surgical hand scrub as per agency policy. Surgical hand scrub reduced to bacterial count on hands before applying sterile gloves. നമ്മുടെ ഗ്ലൗസ് അണുവിമുക്തമാക്കിയ ഗ്ലൗസ് ധരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഹാൻഡ് സ്ക്രബ് ചെയ്യുക. ഹാൻഡ് സ്ക്രബ് മീൻസ് കൈ നന്നായിട്ട് കഴുകുക അല്ലെ. എന്തിനാണ്? ബാക്ടീരിയ അല്ലെ, ബാക്ടീരിയ കൗണ്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈകൾ കഴുകുക എന്ന് പറയുന്നത്. നന്നായിട്ട് നമ്മൾ സാനിറ്റൈസ് ചെയ്യുക, കൈകൾ നന്നായിട്ട് വാഷ് ചെയ്യുക, അതിനുശേഷം മാത്രം ഗ്ലൗസ് ധരിക്കുക. ഓക്കെ, then eases denotes absence of disease causing microorganisms. Then aseptic techniques is a method used to avoid contamination from infections agents, and it is used to keep alive a germ-free environment in the operating room. അതായത് ഈ പറയുന്ന asepsis means disease causing microorganisms. അതായത് absence, അതായത് ഇത്രയൊരു ജേംസ്. ഓക്കെ, നമ്മുടെ അസുഖങ്ങൾക്ക് കാരണമാകുന്ന ജേംസിന്റെ ആബ്സെൻസിനെയാണ് ഈ പറയുന്ന ഇസിപ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇസിപ്സ് ഡിനോട്ട്സ് ആബ്സെൻസ് ഓഫ് ഡിസീസ് കോസ്ഡ് മൈക്രോഗ്രാനിംസ്. അസുഖങ്ങൾക്ക് കാരണമാകുന്ന ഈ പറയുന്ന മൈക്രോഗ്രാനിംസ് മൈന്യൂട്ടായുള്ള ജേംസിനെയാണ്. ജേംസിനെ പറയുന്നതാണ് ഇത്. അസുഖങ്ങൾക്ക് കാരണമാകുന്ന ആബ്സെൻസ് ആണ്
അസുഖങ്ങൾ കാരണമാകുന്ന ഒഴിവാക്കപ്പെട്ട ജീവസിനെ പറയുന്നതാണ് A6 എന്ന് പറയുന്നത് കേട്ടോ. എടുക്കുന്നേ. ഓക്കെ, അസെപ്റ്റിക്. അസെപ്റ്റിക് മീൻസ് സ്റ്റെറൈൽ ചെയ്തത്. അസെപ്റ്റിക് എന്ന അണുവിമുക്തമാക്കിയത് എന്നാണ് കേട്ടോ മീനിങ് വരുന്നത്. സ്റ്റെറൈൽ ആണ്. Techniques is a method used to avoid contamination from infectious agents, and it is used to keep alive germs-free environment in the operating room. അതായത് അവോയ്ഡ് എന്ന് പറയുന്ന മീനിങ് എന്താണ്? അവോയ്ഡ് ചെയ്യുക. കണ്ടമിനേഷൻ എന്താ? മലിനീകരണം. ഓക്കെ, അതായത് അണുവിമുക്തമാക്കുന്ന ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? മലിനീകരണം ഒഴിവാക്കുക അല്ലെ? അവോയ്ഡ് കണ്ടമിനേഷൻ. കണ്ടാമിനേഷൻ മീൻസ് മലിനീകരണം ഒഴിവാക്കുക എന്നാണ് കേട്ടോ. എന്തിനാണ് ഇപ്പൊ പറയുന്ന ജേംസ് ആണെങ്കിൽ എല്ലാരും നമ്മള് സ്റ്റെറൈൽ ചെയ്ത ആ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ഈ പറയുന്ന എല്ലാ കണ്ടമിനേഷനും നമ്മൾ അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ട് അതെന്തായിരിക്കും? ജേം ഫ്രീ എൻവയോൺമെന്റ് ആക്കും അല്ലെ? കീപ് അലൈവ് എ ജേം ഫ്രീ എൻവയോൺമെന്റ് ഇൻ ദ ഓപ്പറേറ്റിംഗ് റൂം. അതായത് ജേംസ് എല്ലാം നമ്മൾ സ്റ്റെറൈൽ ചെയ്ത് വെക്കുന്ന ഒരു റൂമാണ്. നമ്മൾ സ്റ്റെറൈൽ ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. സോ ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയോ? ക്ലിയർ? ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ? റിലേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. ഇപ്പൊ ഇതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഓരോ ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഇമാജിൻ ചെയ്ത് പഠിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നി. നമ്മളിപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലാണ്, അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യാം അല്ലെ? അങ്ങനെ പഠിക്കാം. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും മറക്കില്ല. നമ്മൾ ഈ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ കൺഫ്യൂഷൻ വരുന്നത് അല്ലെ? നമ്മൾ ആ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം എളുപ്പമാണ്, സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പോർഷനിലേക്ക് പോട്ടെ. ഓക്കെ, each operating room varies depending on the type of surgery being done. അതായത് ഓരോ ഓപ്പറേഷൻ തിയേറ്ററും ഡിഫറെന്റ് ആയിരിക്കും. എന്താണ്? ഡിപ്പെൻഡിങ് ഓൺ സർജറി. സർജറി ഡിപ്പെൻഡ് ചെയ്ത് ആശ്രയിച്ചിരിക്കും ഓരോ ഓപ്പറേഷൻ തിയേറ്റർ റൂംസും ഡിഫറെന്റ് ആയിരിക്കും എന്ന് പറയുന്നത് കേട്ടോ. സോ അതെങ്ങനെയൊക്കെയാണ് അതിന്റെ പോയിന്റ്സ് ഒക്കെ നോക്കാം. The operating table in the center of the room should be able to raise, lower and tilt in any direction. ഓപ്പറേഷൻ തിയേറ്ററിലെ ആ റൂമിലെ ഒരു ടേബിൾ ഉണ്ടാവും. ആ ടേബിളിൽ കിടന്നാണ് നമുക്ക് സർജറി ചെയ്യുന്നത്. പക്ഷെ ഒരു പേഷ്യന്റ് ആ ടേബിളിലാണ് കിടക്കേണ്ടത് അല്ലെ? ഒരു സർജറിക്ക് വേണ്ടി. സോ ആ ടേബിൾ എന്താ ചെയ്യാൻ പറ്റുന്ന പറയാൻ? ഷുഡ് ബി ഏബിൾ ടു റേസ്. നമുക്ക് അതിനെ റേസ് ചെയ്യാനും അതായത് ഉയർത്താനും താഴ്ത്താനും പിന്നെ എന്താ ചരിക്കാനും പറ്റണം. ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും ഉയർത്താനും താഴ്ത്താനും ചരിക്കാനും പറ്റണം. അങ്ങനത്തെ ഒരു ടേബിൾ ആയിരിക്കും ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവുന്നത് അല്ലെ? Then the operating room lamps allow for brilliant illumination without shadows in the case of surgery. ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ വെട്ടവും വെളിച്ചവും വേണമെന്ന് ഞാൻ പറഞ്ഞു അല്ലെ? വെട്ടവും വെളിച്ചവും വേണം. അത് മാത്രമല്ല വിത്തൗട്ട് ഷാഡോസ്. ഒരിക്കലും നിഴല് പോലും വരാൻ പാടില്ല. നിഴല് പോലും വരാത്ത രീതിയിലുള്ള വെട്ടവും വെളിച്ചമായിരിക്കും നമ്മുടെ ആവശ്യം. The case of surgery നടക്കുന്ന സമയത്ത് ഒരിക്കലും നിഴലൊന്നും പാടില്ല അല്ലെ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ സർജറിക്ക് അത് എഫക്ട് ചെയ്യും. സോ there is no tilt. Tilt means ചരിവ്. അതാണ് ചരിവ് എന്ന് കേട്ടോ. ചരിവ്. റേസ് ഉയർത്തുക, ലോവർ താഴ്ത്തുക, tilt ചരിക്കുക. അങ്ങനെ ഏത് ഡയറക്ഷനിലേക്കും ചരിക്കാനും ഉയർത്താനും താഴ്ത്താനും പറ്റുന്ന ടേബിൾ ആയിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റിലേക്ക് വരികയാണെങ്കിൽ വെട്ടവും വെളിച്ചവും വേണം വിത്തൗട്ട് ഷാഡോസ്. ഓക്കെ, നിഴലില്ലാതെ വെട്ടവും വെളിച്ചവും വേണം. Then patient will be linked to different monitors that keep track of vital signs. These consist of your heart rate and blood pressure. അതായത് പേഷ്യൻസ് പല മോണിറ്റേഴ്സ് ആയിട്ടും ലിങ്ക്ഡ് ആയിരിക്കും. ഓരോ പലതരം മോണിറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ഹാർട്ടിന്റെ റേറ്റ് മനസ്സിലാക്കാൻ, ബ്ലഡ് പ്രഷേഴ്സ് അറിയാനുള്ള മോണിറ്റേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. സോ ഓരോ മോണിറ്റേഴ്സിലും ആ പേഷ്യൻസ് ലിങ്ക്ഡ് ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ സിറ്റുവേഷൻസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി. എന്തെങ്കിലും വൈറ്റൽ സയൻസ് ഇതിന് കിട്ടുന്നുണ്ടോ എന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിയാണ് പല മോളിക്യൂൾസിലേക്ക് അവരെ ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ, വൈറ്റൽ എന്താണ്? വൈറ്റൽ മീൻസ് ഇമ്പോർട്ടന്റ് സയൻസ്, എസെൻഷ്യൽ സയൻസ്, ഇമ്പോർട്ടന്റ് ആയ അടയാളം. സയൻ എന്താണ്? അടയാളങ്ങൾ എന്ന് പറയുന്നത് അല്ലെ? സോ അങ്ങനെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ അതിനുവേണ്ടി മോണിറ്റർ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഓരോ പേഷ്യൻസ് പല മോണിറ്ററിലും ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് അവരെ ഹാർട്ട് റേറ്റും ബ്ലഡ് പ്രഷർ റേറ്റും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, then a ventilator or a breathing machine stands close to the head of the operating table.
If the procedure is done under general anesthesia, a ventilator will breathe for you in the course of the procedures, moving oxygen and air in and out of your lungs. അതായത് ഈ വെന്റിലേറ്റർ അല്ലെങ്കിൽ ബ്രീതിങ് മെഷീൻ എന്ന് പറയാം. ഈ ബ്രീതിങ് മെഷീൻ എന്താണ്? ഈ പറയുന്ന നമ്മുടെ പേഷ്യൻസിന്റെ തലയുടെ ഭാഗത്ത് ഉണ്ടാകും. ഹെഡ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് ടേബിൾ, ആ ടേബിളിന്റെ തലയുടെ ഭാഗത്ത് ഈ പറയുന്ന ടേബിൾ ഉണ്ടാകും. സോറി, ഈ മെഷീൻ ഉണ്ടാകും. എന്താ ഏത് മെഷീൻ? വെന്റിലേറ്റർ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ബ്രീതിങ് മെഷീൻ എന്ന് പറയും. ഈ മെഷീൻ ഈ പറയുന്ന ടേബിളിന്റെ ആ തലയുടെ ഭാഗത്ത് ഉണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോ if the procedure is done under the general anesthesia, അനസ്തീഷ്യ കൊടുത്തിട്ട് ചെയ്യുന്ന വല്ല ഓപ്പറേഷൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ സർജറി ആണെങ്കിൽ ഈ വെന്റിലേറ്റർ എന്ത് ചെയ്യും? പേഷ്യൻസിന് ഹെൽപ്പ് ചെയ്യും അല്ലെ, പേഷ്യൻസിന് വേണ്ടി ബ്രീത്ത് ചെയ്യും, ശ്വസിക്കാനും ഓക്സിജൻ എടുക്കാനും, ഓക്സിജൻ ഇൻ ആൻഡ് ഔട്ട്, ഓക്സിജൻ എടുക്കാനും പുറത്തോട്ട് വിടാനും, എവിടെ? ലങ്സിലൂടെ അല്ലെ, എടുക്കാനും പുറത്തോട്ട് വിടാനും ഈ പറയുന്ന വെന്റിലേറ്റർ പേഷ്യൻസിന് വേണ്ടി ശ്വസിക്കും എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ അനസ്തീഷ്യ കൊടുത്തിട്ട് ചെയ്യുന്ന ഓപ്പറേഷൻസിലാണെങ്കിൽ അനസ്തീഷ്യ കൊടുത്തിട്ട് ചെയ്യുന്ന പ്രൊസീജിയർ ആണെങ്കിൽ വെന്റിലേറ്റർ വിൽ ബ്രീത്ത് ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി വെന്റിലേറ്റർ ബ്രീത്ത് ചെയ്യും. ഇൻ ദ കോഴ്സ് ഓഫ് പ്രൊസീജിയർ മൂവിങ്, ആ പ്രൊസീജിയർ നടക്കുന്ന ആ ടൈമില് ഈ പറയുന്ന വെന്റിലേറ്റർ നിങ്ങൾക്ക് വേണ്ടി ബ്രീത്ത് ചെയ്യും അല്ലെ, ഓക്സിജൻ എടുക്കും. എങ്ങനെയാണ്? പുറത്ത് ഓക്സിജൻ എടുക്കുകയും പുറത്തോട്ട് വിടുകയും ചെയ്യും. ഓക്കെ, the next point, geometry instruments to be used during surgery. സർജറിയുടെ ആ ടൈമില്, ഡ്യൂറിങ് സർജറി ആ ടൈമില് geometry instruments ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, then a diathermy machine to control bleeding usually is present. അതായത് സാധാരണയായി കണ്ടുവരുന്ന ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ആണ് എന്ത്? ഈ ഡയതേർമി മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഡയതേർമി ഡിവൈസ് എന്ന് പറയുമ്പോൾ അത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മെഷീൻ ടു പ്രൊട്ടക്ട് അവർ കൺട്രോൾ ബ്ലീഡിങ്. ഓക്കെ, അതൊരു മെഷീൻ ആണ് കേട്ടോ. അതിന് പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ the device uses high frequency electromagnetic energy to generate heat in deep body tissues. അതായത് നമുക്ക് ബോഡി ഹീറ്റ് ചെയ്യും. ഓക്കെ, മെഷീൻ നമ്മൾ ശരിക്കും എന്താ ബോഡി ഹീറ്റ് ചെയ്യും, അതുപോലെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യും. സാധാരണയായി കണ്ടുവരുന്ന ബ്ലീഡിങ് ഉണ്ടല്ലോ, അതെല്ലാം കൺട്രോൾ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ആണ് ഇത് ഡയതേർമി മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇറ്റ്സ് വൺ ഓഫ് ദി യൂസ് ഓഫ് ദാറ്റ് മെഷീൻ. ഓക്കെ, കൺട്രോൾ ബ്ലീഡിങ് എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദി യൂസേജ് ആണ് ഈ മെഷീന്റെ, ഏതെങ്കിലും ഒരു യൂസേജ് ആണ്. മെഷീനെ കൊണ്ട് ഒരുപാട് യൂസേജ് ഉണ്ട്. അത് വൺ ഓഫ് ദി യൂസേജ് എന്ന് പറയുന്നത് can be control the bleeding of a patient. Okay, അപ്പൊ സാധാരണയായി കണ്ടുവരുന്ന ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ എന്താണ് ഈ മെഷീൻ യൂസ് ചെയ്യുന്ന പറയുന്നത്. diathermy machine to control bleeding usually is present എന്നാണ് ആ സെന്റൻസിന്റെ മീനിങ് കേട്ടോ. സാധാരണയായി കണ്ടുവരുന്ന, യൂഷ്വലിയായി കണ്ടുവരുന്ന അല്ലെങ്കിൽ പ്രസന്റ് ആയി വരുന്ന ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഓക്കെ, if the surgery requires it, a heart lung machine or other specialized tool may be brought into the room. സർജറിക്ക് ആവശ്യമായ ഇപ്പോ എന്തെങ്കിലും സർജറിക്ക് ആ സമയത്ത് ആവശ്യമായിട്ട് വരുന്ന മെഷീൻസ് ഉണ്ടല്ലോ, ആ മെഷീൻസിനെ ആ റൂമിലേക്ക് കൊണ്ടുവരേണ്ടി വരും. കാരണം ഏതൊക്കെ മെഷീൻസ് ആണ്? ഹാർട്ട് ലങ് മെഷീൻ, അതർ സ്പെഷ്യലൈസ്ഡ് ടൂൾസ് മേ ബി ബ്രോട്ട് ഇൻ ടു ദ റൂം. സർജറിക്ക് ആവശ്യമായ എന്തെങ്കിലും മെഷീൻസ് ആവശ്യമായി വരികയാണെങ്കിൽ, ഏത് കൈൻഡ് ഓഫ് മെഷീൻസ് ആണ്? ഹാർട്ട് ലങ് മെഷീൻ അല്ലെങ്കിൽ അതർ സ്പെഷ്യലൈസ്ഡ് ടൂൾസ് ഒക്കെ ആവശ്യമായി വരികയാണെങ്കിൽ ആ റൂമിലേക്ക് എന്താ കൊണ്ടുവരേണ്ടി വരും എന്നാ പറയുന്നത്. ബ്രോട്ട് ഇൻ ടു ദ റൂം. ബ്രോട്ട് മീൻസ് കൊണ്ടുവരിക എന്നാണ് കേട്ടോ. കൊണ്ടുവരേണ്ടി വരും എന്നാ പറയുന്നത്. ഇനി the operating room will likely be called to reduce bacterial growth. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്റർ കോൾഡ് ആയിരിക്കും, AC എയർ കണ്ടീഷൻ ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഡ്യൂസ് ബാക്ടീരിയൽ ഗ്രോത്ത്. ബാക്ടീരിയൽ സ്പ്രെഡ് ആവാതിരിക്കാൻ, ഗ്രോത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണ് ആ ഏരിയ എന്താ AC വെച്ചിരിക്കുന്നത്, അതായത് കോൾഡ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? മനസ്സിലായോ? പറഞ്ഞ എന്തൊക്കെയാണിത്? മനസ്സിലായോ? കുറച്ചുപേർക്ക് മനസ്സിലായുള്ളൂ, ബാക്കി ആർക്കും മനസ്സിലായില്ല. ഇത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കാനില്ല.
ഈ പറയുന്ന ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകുന്ന ടേബിൾ എന്താണ്? ടേബിൾ കുറച്ചുകൂടി നമുക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാൻ പറ്റുന്ന ടേബിൾ ആയിരിക്കും. അങ്ങനെ നമുക്ക് ഷോർട്ടാക്കി പറയാം. ഓക്കെ, ലൈറ്റ് ഉണ്ടാകും, വെട്ടോ വെളിച്ചമൊക്കെ ഉണ്ടാകും, ഷാഡോ ഇല്ലാതെ വെട്ടോ വെളിച്ചം ഉണ്ടാകും. ഓക്കെ, ദെൻ സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല, എനിക്കറിയില്ല, എല്ലാവർക്കും സ്ക്രീൻ വിസിബിൾ അല്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോ ലൈറ്റ്സ് വെട്ടം വെളിച്ചം വേണമെന്ന് പറഞ്ഞു. പിന്നെ എന്താണ്? പേഷ്യൻസ് പല മോണിറ്ററായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ ലിങ്ക് ചെയ്യുന്നത്? അവരുടെ ഹാർട്ട് റേറ്റ് അറിയാനും ബ്ലഡ് പ്രഷർ ഒക്കെ കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ മോണിറ്റേഴ്സ് കാണാം അല്ലെ? മോണിറ്റേഴ്സ് കാണാൻ നമുക്ക് കണ്ടില്ലേ? അല്ലെ, നിങ്ങൾ കണ്ടില്ലേ? സിനിമയിലെ കണ്ടില്ലേ നിങ്ങൾ സ്ഥലം പോകുന്നത് അല്ലേ? ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ചിന്തിക്കൂ. അതൊക്കെയാണ് മോണിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ മോണിറ്റർ ഒക്കെ ഉണ്ടാവും. പിന്നെ എന്താ? വെന്റിലേറ്റർ ഓർ ബ്രീത്തിങ് മെഷീൻ സ്റ്റാൻഡ്, വെന്റിലേറ്റർ ഉണ്ടാകും, ഒരു മെഷീൻ ഉണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു പേഷ്യൻസിന് അനസ്തീഷ്യ കൊടുത്തിട്ടില്ല, ഒരു ബോധരഹിതനായിട്ട് കിടക്കുകയായിരിക്കില്ല. ആ ടൈമില്, ആ സർജറി ടൈമില് അവർക്ക് ബ്രീത്ത് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബ്രീത്തിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് വെന്റിലേറ്റർ അഥവാ ബ്രീത്തിങ് മെഷീൻ എന്ന് പറയുന്നത്. അതും അവിടെ ഉണ്ടാകും. പിന്നെ ജംപ് ഫ്രീ ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും മോസ്റ്റ്ലി അവിടെ ഉണ്ടാവുക. കാരണം ജംപ് ഫ്രീ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടാണല്ലോ സർജറി ചെയ്യുക. അപ്പൊ ജംപ് ഫ്രീ ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും മോസ്റ്റ്ലി പറയുന്ന ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ഡയത്തോമി മെഷീൻ. ഡയത്തോമി മെഷീൻ എന്ന് പറയുമ്പോൾ മെഷീൻസിനെ ഒരുപാട് യൂസേജ് ഉണ്ട്. ഇപ്പൊ ഫിസിയോതെറാപ്പിസ്റ്റോ സർജറി ഫിസിയോതെറാപ്പിസ്റ്റ് യൂസ് ചെയ്യാം, മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സർജറി സമയത്ത് സർജറിയുടെ ടൈമിൽ ഈ മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്. Okay, these devices are used in physiotherapy and surgery, and it comes in different types, such as shortwave diathermy, microwave diathermy, and ultrasound diathermy. Okay, അപ്പോൾ പല ഞാൻ പറഞ്ഞല്ലോ ഡൈനാമിക് മെഷീൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കോമൺ നെയിം. ഇതുകൊണ്ട് നമുക്ക് പല രീതിയിൽ യൂസേജസ് ഉണ്ട്. മനസ്സിലായോ? നമുക്ക് തെറാപ്യൂട്ടിക് പേർപ്പസ് നമുക്ക് അതോടെ യൂസ് ചെയ്യാൻ പറ്റും. പെയിൻ റിലീഫിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും, മസിൽ റിലാക്സേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും, പ്രൊമോട്ട് ഹീലിംഗ്, നമുക്ക് ഹീൽ ചെയ്യാൻ വേണ്ടി, പെട്ടെന്ന് ഹീൽ ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ നമുക്ക് ഈ മെഷീൻ യൂസ് ചെയ്യാൻ പറ്റും. അതിലെ തന്നെ ഒരു യൂസേജ് ആണ് എന്ത്? ബ്ലീഡിങ്, കൺട്രോൾ ബ്ലീഡിങ്. ബ്ലീഡിങ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് എന്ത്? ഡൈത്തോമി മെഷീൻ എന്ന് പറയുന്നത്. മെഷീന്റെ പേരാണ് കേട്ടോ ഡൈത്തോമി എന്ന് പറയുന്നത്. It's a device. It's a kind of device. It's used for physiotherapy and surgeries in different types. Different types ne kurichu nammude mention cheyanda avashyamilla. Idu endaanennu manasilayallo? Dynamic machine endana? Endakkeyana ade usage? Manasilayo? It's like a machine to control breathing, and we can use therapeutic purpose, and also it can be used pain relief and muscle relaxation, and also promoting healing. So we can use this machine to these kind of procedures. Clear? Okay, clear. Then if the surgery requires it, surgery എന്തെങ്കിലും ആവശ്യമായിട്ട് വരാണ്, ഏതെങ്കിലും എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും മെഷീൻസ് പെട്ടെന്ന് ആവശ്യമായിട്ട് വരാണെങ്കിൽ, മനസ്സിലായോ? വരാണെങ്കിൽ ഇതെല്ലാം കൊണ്ടുവരേണ്ടി വരും. മനസ്സിലായോ? അതുകൂടിയാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. ഇഫ് ദ സർജറി requires, സർജറിക്ക് എന്തെങ്കിലും require മീൻസ് ആവശ്യമായി വരിക. എന്തൊക്കെ? ഹേർട്ട് ലംഗ് മെഷീൻ ആയിരിക്കാം, ചിലപ്പോൾ അതർ സ്പെഷ്യലൈസ്ഡ് ടൂൾസ് ആയിരിക്കും. ഇതെല്ലാം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് ആയിക്കോട്ടെ കൊണ്ടുവരാം. അപ്പൊ എന്തെങ്കിലും തരത്തില് പർട്ടിക്കുലർ ടൈമിൽ എന്തെങ്കിലും മെഷീൻസ് ആവശ്യമായി വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൊണ്ടുവരേണ്ടി വരും. അത്രയേ ഉള്ളൂ. പിന്നെ എന്താണ്? ഈ ഓപ്പറേറ്റിംഗ് റൂം കുറച്ചുകൂടെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കും. പിന്നെ അവിടെ എയർ കണ്ടീഷൻ ആയിരിക്കും. എയർ കണ്ടീഷൻ എന്തുകൊണ്ടാണ്? ടു റെഡ്യൂസ് ബാക്ടീരിയൽ ഗ്രോത്ത്. ഓക്കെ, ക്ലിയർ? ഇത്രയും പോയിന്റ്സ് ഓക്കെ ആണോ? സ്പീഡിലാണോ ക്ലാസ് പോയത്? സ്പീഡായിരുന്നോ? നിങ്ങൾക്ക് മനസ്സിലായോ? സ്പീഡില്ല, നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, 2 പേജ് കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് കഴിഞ്ഞത് തോന്നുന്നുണ്ടോ? നിങ്ങൾ പഠിച്ചു, 2 പേജ് നിങ്ങൾ പെട്ടെന്ന് പഠിച്ചു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് okay, zoning the operation theater.
The OT suite is a potential source of hospital infection in general and wound infection in particular. അതായത് ഈ OT suite എന്താണെന്ന് എന്താണ് OT suite? OT suite എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. OT suite എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് അതായത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, സോൺ എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ സോൺ, ആ ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് പ്ലേസിനെ പറയുന്നതാണ് കേട്ടോ സോൺ എന്ന്. അതുപോലെ തന്നെയാണ് OT suite എന്ന് പറയുന്ന മെഡിക്കൽ നെയിം. നോർമലി ഏരിയ അത്രേ ഉള്ളൂ, അല്ലാണ്ട് സ്യൂട്ട് തന്നെ കേൾക്കുമ്പോൾ പേടിക്കണ്ട. OT suite മീൻസ് ഓപ്പറേഷൻ തിയേറ്റർ ഏരിയ. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോ the OT suite is a potential source of hospital infection in a general and wound infection in particular. Generally എന്താണ് ഈ ഓപ്പറേഷൻ തിയേറ്റർ സോഴ്സ് ആണ്. എന്തിനാണ്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ വരാനും അതുപോലെ പ്രത്യേകിച്ച് ഈ പറയുന്ന മുറിവുകളിൽ നിന്ന് ഇൻഫെക്ഷൻ വരാനും ചാൻസ് ഉള്ള ഒരു ഏരിയ ആണെന്ന് പറയാം അല്ലെ? മനസ്സിലായോ? ഒരു പറയുന്ന ഹോസ്പിറ്റലിലെ ഒരു റൂം ആണ് ഈ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഈ ഹോസ്പിറ്റലിൽ പൊതുവെ ഒരുപാട് ഇൻഫെക്ഷൻസ് ഉണ്ട് അല്ലെ? ഒരുപാട് അണുബാധകൾ ഉണ്ടാവാൻ ഉള്ള ഒരു പ്ലേസ് ആണ് ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതിലൊരു റൂമാണ് ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്റർ. അപ്പോ അങ്ങനെ അവിടേക്ക് വരാൻ ചാൻസ് ഉള്ള റൂമും കൂടിയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. Then the suite should be planned with the aim of reducing the risk of hospital infection being brought into the suite. അതായത് ഇപ്പൊ ഹോസ്പിറ്റലിലെ അണുബാധകള് സ്യൂട്ടിലേക്ക് കൊണ്ടുവരാൻ, അതായത് ആ ഏരിയയിലേക്ക് ഓപ്പറേഷൻ തിയേറ്റർ ഏരിയയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പറയുന്ന ഈ ഏരിയയെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ആ ഏരിയയെ കുറിച്ച് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്റർ ഏരിയയെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു അണുബാധയുള്ള സ്ഥലമാണ് അല്ലെ? ആ റൂമിനെ അപേക്ഷിച്ച് ബാക്കി എല്ലാ പ്ലേസിലും അത്യാവശ്യം ഇൻഫെക്ഷൻസ് ഉള്ള പ്ലേസ് ആണ്. സോ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അണുബാധ വരാതിരിക്കാൻ വേണ്ടി അത്യാവശ്യം നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെ? ആ ഒരു ഏരിയ ഷുഡ് ബി പ്ലാൻഡ് വിത്ത് എയിം ഓഫ് എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ്? റെഡ്യൂസിങ് ദ റിസ്ക് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് റെഡ്യൂസ് ചെയ്യാൻ അങ്ങോട്ട് ബീങ് ബ്രോട്ട് ഇൻ ടു ദി സ്യൂട്ട്, ആ പറയുന്ന പെർട്ടിക്കുലർ ഏരിയയിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്ലാൻ ചെയ്യുന്നതാണ് എന്ത്? ഓപ്പറേഷൻ തിയേറ്റർ ഏരിയ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് അതിനകത്തൊന്നും പറയാനില്ല. ക്ലിയർ ആയോ? അതായത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കണം, കൊണ്ടുപോകാതിരിക്കണം. Then general principles. എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് എന്ന് പറയും? ഓപ്പറേഷൻ തിയേറ്ററിലെ ജനറൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക്. അതായത് ഡർട്ടി ട്രാഫിക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെ തിരക്കുകൾ അല്ലെ, പലതരം തിരക്കുകളൊക്കെ ഉണ്ടാവാം. സോ ആ തിരക്കുകൾ എന്തായാലും ക്ലീൻ ആവുക അല്ലെ, വൃത്തിയായിരിക്കും ഒരു ഓപ്പറേഷൻ തിയേറ്റർ OT എന്ന് പറയുന്ന ഒരു ആ ഏരിയ. എത്ര തിരക്കുകളാണെങ്കിൽ പോലും അവിടെ ക്ലീൻ ആയിരിക്കണം. Traffic flow within the OT suite should be kept apart as best as possible. എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും, എത്ര ട്രാഫിക് ആണ്, എത്ര വർക്ക്, എത്ര അവിടെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ, സ്റ്റാഫ്സോ അല്ലെങ്കിൽ ഒക്കെ അവിടെ എത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ പോലും എപ്പോഴും ഷുഡ് ബി kept apart as best as possible. പറ്റാവുന്ന പോലെ തന്നെ അത് ക്ലീൻ ആയിരിക്കണം. ഓക്കെ, എത്ര ട്രാഫിക് ആണ്, എത്ര ആൾക്കാരുണ്ട്, എത്ര തിരക്കാണെന്ന് പറഞ്ഞാൽ പോലും ആ ഒരു സ്പേസ്, ആ ഒരു ഏരിയ ക്ലീൻ ആയിരിക്കണം, ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം. ഷുഡ് ബി kept, ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. Then spaces in the suite have to be arranged in such a way that while moving from one space to another, there should be a constant progression of cleanness from entrance of OT suite to the operating room. അതായത് ഈ പറയുന്ന OT റൂമില് അത്യാവശ്യം സ്പേസ് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ചിലപ്പോ എന്തെങ്കിലും സാധനങ്ങൾ അല്ലെ, എന്തെങ്കിലും ഇപ്പോ ഏതെങ്കിലും ഒരു മെഷീൻ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് തിങ്സ് ആയിക്കോട്ടെ, മൂവ് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മൂവ് ചെയ്യേണ്ടി വരും അല്ലെ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത്. സ്പേസ് ടു അനദർ അല്ലെ, മൂവിങ് ഫ്രം വൺ സ്പേസ് ടു അനദർ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്പേസിലേക്ക് ചിലപ്പോൾ മൂവ് ചെയ്യേണ്ടി വന്നാൽ അവിടെ അത്രയും പ്ലേസ് അറേഞ്ച്ഡ് ആയിരിക്കണം, ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം, വെൽ മാനേജ്ഡ് ആയിരിക്കണം.
Okay, there should be constant progression of cleanness from entrance of OT suite to the operating room. അതായത് എന്തെങ്കിലും ഒരു സാധനം ഏതെങ്കിലും ഒരു മെഷീൻ ആയിക്കോട്ടെ, ചിലപ്പോൾ ആ പ്ലേസിൽ ആ ഒരു ഓപ്പറേഷൻ തിയേറ്റർ മൂവ് ചെയ്യിക്കണം, അല്ലെങ്കിൽ അങ്ങോട്ട് ചിലപ്പോൾ പുറത്തോട്ട് കൊണ്ടുവരണം, അകത്തോട്ട് കയറ്റേണ്ടി വരും. സോ അങ്ങനെ ചെയ്യേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിന്റെ എൻട്രൻസ് മുതൽ ഓപ്പറേഷൻ റൂം വരെ, ഓപ്പറേഷൻ തിയേറ്റർ റൂം വരെയും ആ ഒരു പ്ലേസ് ക്ലീൻ ആൻഡ് നീറ്റ് വെൽ മാനേജ്ഡ് ആയിരിക്കണം. അതായത് അവിടെ പ്രത്യേകിച്ച് സാധനം ഇരിക്കാൻ പാടില്ല, മനസ്സിലായോ? ക്ലീൻ ആയിരിക്കണം. എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുവരേണ്ട വന്നാൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അവിടെ ക്ലീൻ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, സ്പേസസ് ഇൻ ദ സ്യൂട്ട് ഹാവ് ടു ബി അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ, അറേഞ്ച്ഡ് ആയിരിക്കണം എന്തിനാ? ദാറ്റ് വൈൽ മൂവിംഗ് ഫ്രം വൺ സ്പേസ് ടു അനദർ, എന്തെങ്കിലും കൈൻഡ് ഓഫ് തിങ്സ് മൂവ് ചെയ്യണം വൺ സ്പേസ് ടു അനദർ, ഒരു സ്പേസിൽ നിന്ന് മറ്റൊരു സ്പേസിലേക്ക്. There should be constant progression of cleanness from entrance of OT suite. അവിടെ should be ഉണ്ടായിരിക്കണം, എന്താ progression, cleanness, ക്ലീൻ ആയിരിക്കണം എന്നാ പറയാം. അവിടെ എപ്പോഴും progression നടന്നുകൊണ്ടേയിരിക്കണം, ക്ലീൻ ആയിക്കൊണ്ടേയിരിക്കണം, ക്ലീൻ ആയിരിക്കണം. എവിടെ മുതല? From entrance of OT, ഓപ്പറേഷൻ തിയേറ്ററിന്റെ എൻട്രൻസ് മുതൽ to the operating room വരെ. Okay, clear? First point clear ആണോ? Yeah, clear. Okay. Then the second one, staff who are working in the OT department should be able to move from one clean area to other without having to pass through unprotected area. Staffന്, അതായത് ഓപ്പറേഷൻ തിയേറ്റർ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുകൊണ്ട് തന്നെ മൂവ് ചെയ്യേണ്ടതായിട്ട് വരാം, അല്ലെ? ഇപ്പോ സുരക്ഷിതമില്ലാത്ത സ്ഥലങ്ങളിലൂടെ ചിലപ്പോൾ കടന്നു പോകാതെ തന്നെ ഒരു വൃത്തിയുള്ള സ്ഥലത്ത് നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ കഴിയണം. അതായത് ഈ പറയുന്ന ഏരിയ ക്ലീൻ ആയിരിക്കണം, ജോം ഫ്രീ ആയിരിക്കണം എന്നൊക്കെ പറയുന്നത് സ്റ്റെറൈൽ ഏരിയ ആണ്. സോ ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് മറ്റൊരു ഇപ്പോ അൺപ്രൊട്ടക്റ്റഡ് ഏരിയയിലേക്ക് കടന്നു പോകേണ്ടി വരും. അപ്പൊ അൺപ്രൊട്ടക്റ്റഡ് ഏരിയയിലൂടെ പാസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ, അല്ലെ, പാസ് ചെയ്യേണ്ടി പാസ് ത്രൂ അൺപ്രൊട്ടക്ട് without having to pass through unprotected area. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് ഈ സുരക്ഷിതമല്ലാത്ത ഏരിയയിലൂടെ കടന്നു പോകാതെ തന്നെ, വിത്തൗട്ട് ഹാവിംഗ് ടു, കടന്നു പോകാതെ തന്നെ ഒരു വൃത്തിയുള്ള സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറാൻ കഴിയണം. മനസ്സിലായോ? അതായത് അവിടെ മൊത്തത്തിൽ ക്ലീൻ ആയിരിക്കണം. വേറെ നമ്മള് ക്ലീൻ ചെയ്യാത്ത പ്ലേസിലൂടെ ഒരിക്കലും കടന്നു പോകാൻ പാടില്ലല്ലോ. കാരണം അവിടെ സർജറി ചെയ്യുന്ന ടൈമിൽ അവിടെ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉള്ള എല്ലാ സ്റ്റാഫും തന്നെ സ്റ്റൈൽ ചെയ്ത് നിൽക്കുന്നവരാണ്, അണുവിമുക്തമായിട്ട് തന്നെ നിൽക്കുന്നവരാണ്, കവർ ചെയ്ത് നിൽക്കുന്നവരാണ്. സോ അവർ ആ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് വേറൊരു പ്ലേസിലേക്ക് പോയിട്ട് പിന്നീട് റിട്ടേൺ കയറി വരുമ്പോ പുറത്തുള്ള ജേംസ് അകത്ത് കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാ ചെയ്യണ്ടേ? അൺപ്രൊട്ടക്റ്റഡ് ഏരിയയിലൂടെ കടന്നു പോകാതെ പ്രൊട്ടക്റ്റഡ് ഏരിയയിലൂടെ തന്നെ പോകാനുള്ള സ്പേസ് അവിടെ ഉണ്ടാകണം, അല്ലെ? Staff who are working in the OT department should be able to move. അങ്ങനെ able means അങ്ങനെ മൂവ് ചെയ്യാൻ കഴിയണം എന്നാ പറയുന്നത്. Able to move from one clean area, അല്ലെ, one clean area, ഒരു clean ഏരിയയിൽ നിന്ന് to other മറ്റു ക്ലീൻ ഏരിയയിലേക്ക് without having to pass through unprotected area. അൺപ്രൊട്ടക്റ്റഡ് ആയ ഏരിയയിൽ കൂടെ പാസ് ചെയ്യാതെ തന്നെ ക്ലീൻ ഏരിയയിലേക്ക് കടക്കണമെങ്കിൽ അങ്ങനെ ഒരു പ്ലേസ്, അല്ലെ, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ഏബിൾ, അങ്ങനെ ആ സ്റ്റാഫ് ഏബിൾ ആയിട്ടാണ് ചെയ്യാൻ കഴിയണം എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? മനസ്സിലായി? ഓക്കെ. Then salt materials and waste have to be eliminated from the operating rooms without passing through clean area. അപ്പൊ മലിനമായ വസ്തുക്കൾ എന്നാണ് സോൾട്സ്, മെറ്റീരിയൽ ആൻഡ് വേസ്റ്റ് മീൻസ് മലിനമായ വസ്തുക്കൾ. ഓക്കെ, നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ റിമൂവ് ആക്കണം. അതും ഈ പാസിംഗ് വിത്തൗട്ട് ത്രൂ ക്ലീൻ ഏരിയസ്. അതായത് മലിനമായ വസ്തുക്കൾ ഉണ്ടല്ലോ, അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററിൽ മലിനമായ വസ്തുക്കൾ എലിമിനേറ്റഡ് ഫ്രോം ദ ഓപ്പറേറ്റിംഗ് റൂംസ്, ഓപ്പറേറ്റിംഗ് റൂംസിൽ നിന്ന് ഒഴിവാക്കണം. വിത്തൗട്ട് പാസിംഗ് ത്രൂ ക്ലീൻ ഏരിയ, ക്ലീൻ ഏരിയയിൽ കൂടെ പാസ് ചെയ്യാതെ തന്നെ അത് ഒഴിവാക്കണം എന്നാ പറയും. ഓക്കെ, അതായത് മലിനമാകപ്പെട്ട വസ്തുക്കൾ കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പോകുമ്പോ അത് ക്ലീൻ ചെയ്ത ഏരിയയിലൂടെ പോകുമ്പോ എന്ത് പറ്റും? ആ ക്ലീൻ ഏരിയ പിന്നെ എന്താണ്?
അൺക്ലീൻഡ് ആവും. അതുകൊണ്ടാണ് പറയുന്നത് ക്ലീൻ ഏരിയയിലൂടെ പാസ് ചെയ്യാതെ ഈ പറയുന്ന സോളിഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുക ഫ്രം ദ ഓപ്പറേറ്റിംഗ് ഫ്ലോസ്. ഓക്കെ, ക്ലിയർ? Then the fourth one, OT ventilation should be free of the air movement of the rest of hospital. Hence, the direction of airflow within the OT suite should be from cleaner to less clean areas. അതായത്, just wait a second. Okay, അപ്പോൾ OT ventilation air ventilation അറിയാലോ അല്ലെ? Ventilation should be free of the air movement of the rest of the hospital. അതായത് ഈ പറയുന്ന വെന്റിലേഷൻ ഹോസ്പിറ്റൽസിലെ വെന്റിലേഷൻസ് എന്താണ് എന്താ പറയാ, ഇപ്പോ അതിന്റെ ഡയറക്ഷൻ, വെന്റിലേഷന്റെ ഡയറക്ഷൻ എന്തായിരുന്നു? വൃത്തിയുള്ള പ്ലേസിൽ നിന്ന് വൃത്തിയില്ലാത്ത സ്ഥലത്തേക്ക് വേണം ഡയറക്ഷൻ വെക്കാനായിരുന്നു. The direction of the ventilation of airflow within the OT suite ventilation എന്ന് പറയുന്നത് should be from the cleaner to less clean area. Ventilation എങ്ങനെ വെക്കേണ്ടത്? ക്ലീൻ ആയതിൽ നിന്ന് ക്ലീൻ അല്ലാത്ത രീതിയിലേക്ക് വെക്കണം. മനസ്സിലായോ? അതിന്റെ ദിശയെ കുറിച്ചാണ്. ഡയറക്ഷൻ മീൻസ് ദിശ അല്ലെ? ആശുപത്രിയിലെ ഇപ്പോ വെന്റിലേഷൻ ക്ലീൻ ഏരിയ മുതൽ ക്ലീൻ അല്ലാത്ത ഏരിയ നിന്നാണ് ആ ഒരു ഡയറക്ഷനാണ് ഈ വെന്റിലേഷൻ നമ്മളെന്താ വെക്കേണ്ടത്. അത്രയേ ഉള്ളൂ. അതിനെ കുറിച്ചാണ് പറയുന്നത്. OT ventilation should be free of the air movement, വായുസഞ്ചാരം അല്ലെ, ഫ്രീ ഓഫ് ദ എയർ മൂവ്മെന്റ്സ് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. വായുസഞ്ചാരമുള്ള ഒരു പ്ലേസ് ആയിരിക്കണം അല്ലെ? വെന്റിലേഷൻ എന്ന് പറയുന്ന വായുസഞ്ചാരം ഉള്ള ഒരു പ്ലേസ് ആയിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ ദിശയുടെ ഡയറക്ഷൻ എന്താണ്? വൃത്തിയുള്ളതിൽ നിന്ന് വൃത്തിയില്ലാത്തതിലേക്കായിരിക്കും ഡയറക്ഷൻ വെക്കേണ്ടത്. ഓക്കെ, ഇനി the fifth point, therefore the whole OT suite is designed on the concept of the 4 zones. OT suites ne 4 concept alle 4 concept ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രൊട്ടക്റ്റീവ് സോൺ, പ്രൊട്ടക്റ്റീവ് എന്താണ്? സംരക്ഷണ മേഖല. സോൺ മീൻസ് മേഖല എന്നാണ്. പ്രൊട്ടക്റ്റീവ് ഏരിയ, ക്ലീൻ ഏരിയ വൃത്തിയുള്ള ഏരിയ, സ്റ്റെറൈൽ ഏരിയ മീൻസ് അണുവിമുക്ത ഏരിയ, ഡിസ്പോസൽ ഏരിയ അല്ലെ, ഡിസ്പോസ് ചെയ്യാം, വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന ഏരിയ. അങ്ങനെ 4 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കി അതിൽ പെടുന്ന ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് അതിൽ പെടുന്നത് നോക്കി, ഏതൊക്കെ റൂംസ് ആണ് അതിൽ പെടുന്നത് നോക്കാം. പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്ന ഏതൊക്കെയാണ്? റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്, ചേഞ്ചിങ് റൂം, പ്രീ അനസ്തീഷ്യ, സ്റ്റോർസ്, റെക്കോർഡ്സ്. ഇതൊക്കെയാണ് എന്ത് പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നത്. പ്രൊട്ടക്റ്റീവ് ചെയ്യേണ്ട, സംരക്ഷിക്കപ്പെടേണ്ട മേഖലകളാണ് ഇതൊക്കെ. ഏതൊക്കെ? റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, ചേഞ്ചിങ് റൂം, പ്രീ അനസ്തേഷ്യ, അനസ്തേഷ്യക്ക് മുൻപുള്ള ഇതാണ് പറയുന്നത് റൂമായിരിക്കും. സ്റ്റോർസ്, റെക്കോർഡ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഒരു റൂം. ഇതൊക്കെ എന്താണ്? പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നതാണ്. ഇനി ക്ലീൻ സോൺ, പ്രീ ഓപ്പറേറ്റിംഗ് റൂം, റിക്കവറി റൂം, പാസ്റ്റർ റൂം, സ്റ്റാഫ് റൂം. ഇതൊക്കെ എന്താണ്? ക്ലീൻഡ് ആയിരിക്കണം. ഇതൊക്കെ ക്ലീൻ സോണിൽ വരുന്ന റൂംസ് ആണ്. Then sterile and aseptic zone, ഏതൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് റൂം, ക്രൗഡ് റൂം, അനസ്തീഷ്യ, ഇൻഡക്ഷൻ റൂം, ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ. ഇതെല്ലാം എന്താണ്? അണുവിമുക്തമാക്കപ്പെട്ട സോണിൽ വരേണ്ടതാണ്. Then disposal zone, dirty washroom room, disposal corridor, janitor closet. Janitor closet എന്ന് പറയുമ്പോൾ നമ്മളൊന്നും വിചാരിക്കേണ്ട, അത് പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യുന്ന എല്ലാ ക്ലീൻ ചെയ്ത മെറ്റീരിയൽസ് സൂക്ഷിക്കുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ജാനിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും പ്ലേസസ് ആണ് ഈ പറയുന്ന സോണിൽ വരുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് അറിയോ? നമ്മൾ ക്ലീൻ ചെയ്യില്ലേ? ടെക്സ്റ്റിൽ കുറച്ചുകൂടി ഉണ്ടോ? ആണോ? കുറച്ചുകൂടി ഉണ്ടെന്ന് പറയുമ്പോ പറയൂ. സംസാരിച്ചോളൂ കേട്ടോ. ഇന്നത്തേക്ക് ഇത്രയും മതി, എടുക്കുന്നില്ല.
ആ മാം സ്ക്രോൾ ചെയ്തപ്പോഴത്തേന് കറക്റ്റ് ആയി താഴെയുണ്ട്. താഴെ ഉണ്ട്. ഓക്കെ, അപ്പൊ താഴെ ഉണ്ട് കേട്ടോ. അതൊക്കെ നോക്കാം, അതൊക്കെ ആ ഏരിയയിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും വരെയാണ് നമ്മൾ ഇന്ന് എടുത്തത്. ഇത്രയും എടുത്ത പോർഷൻസ് എല്ലാം ക്ലിയർ ആണോ? ഇതിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? നന്നായിട്ട് വായിച്ചു നോക്കാം. ഈ വായിച്ചു നോക്കുമ്പോൾ കുറച്ച് ക്ലിയർ ആകും. ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല അല്ലെ? സോ എന്നാലേ ക്ലിയർ ആണല്ലോ, വായിച്ചതിനെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ ഇതുവരെയും നോക്കിയിട്ടൊക്കെ വരാം. മോക്ക് ടെസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണ്. യെസ്, ക്ലാസ് ഒക്കെ ഓക്കെ ആണല്ലോ. അപ്പൊ ഇതുവരെ പോർഷൻസ് നമ്മൾ അത്യാവശ്യം സ്പീഡിലല്ല പോയതല്ലേ, എന്നാലും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക് യു all. See you on the next class. Okay, bye. Thank you, ma'am. Thank you, ma'am.